Opening hours with MyFin. Sir, good morning and welcome to the show. Good morning. സാറിന് മാർക്കറ്റിലോട്ട് വരുമ്പോൾ നിഫ്റ്റി 50യെ സംബന്ധിച്ച് വളരെ ഒരു ഹാപ്പി ദിവസം എന്ന് പറയാൻ സാധിക്കും. അതൊരു പുതിയൊരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നോക്കുമ്പോൾ 26,270 എന്നൊരു നിലയിലാണ് ട്രേഡിംഗ് തുടരുന്നത്. 65 പോയിൻ്റ് നേട്ടമാണ് കാണുന്നത്. നിഫ്റ്റി 50യിൽ താങ്കളുടെ എക്സ്പെക്റ്റേഷൻ ഇപ്പോൾ എന്താണ്? നമ്മുടെ കഴിഞ്ഞ തവണത്തെയുള്ള വ്യൂ എല്ലാം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പോസിറ്റീവ് വ്യൂ ആയിരുന്നു. അതേസമയം അത് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും നല്ലത് എന്ന് തന്നെയാണ് ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്. ഇമ്മീഡിയറ്റ്ലി നമുക്ക് നിഫ്റ്റിയിൽ പറയാൻ പറ്റുന്ന ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറഞ്ഞാൽ 26,350 ആണ്. അതിനപ്പുറവും പോവാണ്, 450 വരെയൊക്കെ പോകാനുള്ള സാധ്യത അല്ലെങ്കിൽ സ്ട്രെങ്ത് ഇപ്പോൾ നിഫ്റ്റിക്ക് വന്നിട്ടുണ്ട്. അതിന് മുകളിലോട്ട് പോകാനുള്ള ഒരു വലിയൊരു ഷോർട്ട് ടൈം ടു ഒരു ലോങ് ടൈം വ്യൂവിൽ നോക്കുകയാണെങ്കിലും അത് പോസിറ്റീവ് ആയിട്ട് തുടരാനാണ് സാധ്യത. ഇനി വരുന്ന ഒരുപാട് ഫേവറബിൾ ന്യൂസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഫെസ്റ്റിവൽസിന്റെ ഒക്കെ സീസൺസ് ആണ്. ഇങ്ങനെയുള്ള കൺസെപ്ഷൻ തീമുകളെല്ലാം തന്നെ പ്ലേ ഔട്ട് ചെയ്യാനുള്ള സാധ്യത ഇപ്പോൾ കാണുന്നുണ്ട്. അപ്പൊ ഇതൊരു വലിയൊരു പോസിറ്റീവ് ആയിട്ടുള്ള കണ്ടിന്യൂഷൻ ആണ്. അപ്പൊ അത് തുടരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞത് 26,000 തന്നെയാണ് ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സോ പോസിറ്റീവ് ആയിട്ടിരിക്കുക, അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് ഹോൾഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ബാങ്ക് നിഫ്റ്റിയിലോട്ട് വരുമ്പോഴും 59,720 എന്നൊരു നിലയിലുള്ള ട്രേഡിംഗ് ആണ് കാണുന്നത്. ഇന്ന് 192 പോയിന്റിന് നേട്ടം ഈ ഒരു മണിക്കൂറിൽ രേഖപ്പെടുത്താൻ സാധിക്കുന്നുണ്ട്. ബാങ്ക് നിഫ്റ്റിയിൽ താങ്കൾ വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? നമ്മള് കുറച്ച് ദിവസങ്ങളായി തന്നെ സംസാരിച്ചു കൊണ്ടിരുന്നത് 60,000 ലെവലിലേക്ക് വരും എന്ന് തന്നെയാണ്. അപ്പൊ അതിന്റെ അടുത്തേക്ക് എത്തിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. കാരണം മാർക്കറ്റ് നമ്മൾ വിത്ത് ട്രെൻഡിൽ ആ മാർക്കറ്റിന്റെ ട്രെൻഡിനൊപ്പം നമ്മൾ സഞ്ചരിക്കുന്നു എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ അതിനൊപ്പമാണ്. അപ്പൊ ഈ ഒരു സമയത്തും എനിക്ക് പറയാൻ കഴിയുന്നത് അത് പോസിറ്റീവ് ആണ്, കണ്ടിന്യൂസ് ടു ബി പോസിറ്റീവ് എന്നുള്ള ലെവലിലാണ്. ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് റെസിസ്റ്റൻസ് പോകാൻ പറ്റുന്നത് 62,000 പോയിന്റിന്റെ കൂടെ ഒരു സ്ട്രെങ്ത് ഇപ്പൊ മാർക്കറ്റിൽ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു അത് അതിലേക്ക് വരാനുള്ള സാധ്യതയാണ്. അടുത്ത 1-2 ദിവസങ്ങളൊക്കെ കൂടെ ഒരു വലിയൊരു മൂവ്മെന്റ്സ് വളരെ സാധ്യതയുണ്ട്. ഈ ബാങ്ക് നിഫ്റ്റി ചെറിയ ചെറിയ മൂവ്മെന്റ്സുകൾ വന്നിരുന്നപ്പോഴും നമ്മൾ അതിൽ വളരെ പോസിറ്റീവ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും പറയുന്നത് വീണ്ടും കണ്ടിന്യൂ ചെയ്യുക, ഒരു പുതിയ ഹൈയിലേക്ക് തന്നെ ആയിരിക്കും ബാങ്ക് നിഫ്റ്റി പോകുന്നത്. അത്രത്തോളം സ്ട്രെങ്ത് അതിനുണ്ടായിരുന്നു. ആ സ്ട്രെങ്തിന്റെ ഫുൾ മൂവ്മെന്റ്സ് ഇത് ഇപ്പോഴും വന്നിട്ടില്ല. നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇനിയും ഫർദർ ഒരു സ്ട്രെങ്ത് ഇവിടെ വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. സാറിനെ അറിയേണ്ടത് നിഫ്റ്റി ഓട്ടോ ഇൻഡെക്സിൻ്റെ ഒരു വ്യൂ കൂടിയാണ്. അതൊരു ഓൾ ടൈം ഹൈ ഓട്ടോ ഇൻഡെക്സും രേഖപ്പെടുത്തിയാണ് ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. 27,723 എന്നൊരു നിലയാണ് ഇപ്പോൾ കാണുന്നത്. ഓട്ടോ ഇൻഡെക്സിൽ താങ്കളുടെ ടേക്ക് എന്താണ്? നമ്മളെ കൺസെപ്ഷൻ പോലുള്ള തീമുകളെല്ലാം തന്നെ പ്ലേ ഔട്ട് ചെയ്യുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഓട്ടോ ഇൻഡെക്സിൽ കുറഞ്ഞ GSTക്ക് ശേഷം വലിയൊരു മൂവ്മെന്റ്സ് ആണ് ഇപ്പൊ വന്നിരിക്കുന്നത്. ഈ മൂവ്മെന്റ്സിന്റെ ഒരു കണ്ടിന്യൂഷൻ ഉണ്ടാവുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കുറച്ച് മൂവ്മെന്റ്സുകളുടെ ഒരു സ്ലോ വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോഴും പോസിറ്റീവ് ആയിട്ടുണ്ടെങ്കിലും ഒരു സ്ട്രെങ്ത് അത്രത്തോളം വലിയൊരു ബിൽഡപ്പ് വീണ്ടും വന്നിട്ടില്ല. ബട്ട് ഇപ്പോഴത്തെ ലെവലിൽ എനിക്ക് തോന്നുന്ന ഒരു 30,000 വരെയൊക്കെ കൊണ്ടുപോകാനുള്ള സാധ്യത ഉണ്ട് ഈ ഓട്ടോ ഇൻഡെക്സിൽ. അപ്പൊ അത് അത്രത്തോളം ഒരു മൂവ്മെന്റ് വരണമെങ്കിൽ കുറച്ച് ദിവസങ്ങൾ എടുക്കും. മീൻസ് അത് ഒരു ഷോർട്ട് ടൈം ട്രെൻഡ് ആയിരിക്കും ഇനിയും ഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് ഇപ്പോൾ ഉള്ള ലെവലിൽ അത് പോസിറ്റീവ് തന്നെയാണ്. നമ്മളത് പോസിറ്റീവായിട്ട് ഹോൾഡ് ചെയ്യുക. ബട്ട് അവിടെ ഒരു കോഷ്യസ് ആയിട്ട് പോവുകയാണ്. സ്ട്രെങ്തിൽ കുറവ് വരുന്നുണ്ട്. അപ്പൊ ആ സ്ട്രെങ്ത് കുറച്ച് മെയിൻറ്റെയിൻ ചെയ്യുന്ന, അല്ലെങ്കിൽ വോളിയം കൂടുന്നത് വരെയൊക്കെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു നല്ലൊരു മൂവ്മെന്റ്സ് നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് നിഫ്റ്റി 50 നോക്കുമ്പോൾ ഏറ്റവും നേട്ടം രേഖപ്പെടുന്ന ഓഹരി ബജാജ് ഫിനാൻസ് ആണ്. 2.34% നേട്ടത്തിൽ 1034 എന്നൊരു പ്രൈസിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞൊരു മാസം നമ്മൾ നോക്കുമ്പോൾ ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗ് എടുത്തതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. താങ്കളുടെ ടേക്ക് ഇപ്പോൾ ബജാജ് ഫിനാൻസിൽ എന്താണ്? വളരെയധികം പോസിറ്റീവ് ആയിട്ടുള്ള ഒരു നല്ലൊരു മൂവ്മെന്റ്സ് ആണ് ഈ കാണുന്നത്. ചാർട്ട് പാറ്റേണിൽ തന്നെ നമുക്ക് അവർ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ചാർട്ട് പാറ്റേൺ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്റെ ഒരു ടേക്ക് എന്ന് പറയുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ, കഴിഞ്ഞ ഒരു 2-3 months ആയിട്ട് അത് വന്നിട്ടുള്ള മൂവ്മെന്റ്സിന് ചെറിയൊരു പുൾ ബാക്ക് വന്നിട്ടുണ്ടായിരുന്നു. കാരണം അത് 1,100 അടുത്ത് പോയിട്ടുണ്ട്. അത് 1000-നും 985 ഇടയിലേക്ക് വന്നൊരു കൺസോൾട്ടേഷൻ ചെയ്തതിനു ശേഷം തിരിച്ചു വരുന്നതാണ്. അപ്പൊ ഈ ഒരു മൂവ്മെന്റ്സിൽ വളരെയധികം സ്ട്രെങ്ത് ആയിരിക്കും. പുതിയൊരു ഹൈ തന്നെ ക്രിയേറ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ചാർട്ട് പാറ്റേൺ ആണ്. ഹോൾഡ് ചെയ്യുക,
സ്റ്റിൽ ഒരുപാട് മൂവ്മെന്റ്സ് ഇനി വരാനുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് പ്രതീക്ഷിക്കുന്നത്. ഇനി HDFC ബാങ്കിൻ്റെ വ്യൂ ആണ് അറിയേണ്ടത്. നോക്കുമ്പോൾ 1% നേട്ടം ഇന്ന് കാണുന്നുണ്ട്. 1015 എന്നൊരു നിലയിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നത്. ഓൾ ടൈം ഹൈയുടെ അടുത്തായിട്ട് തന്നെയാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. HDFC ബാങ്കിൽ താങ്കൾ വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? HDFC ബാങ്ക് നമ്മളെ പലരും പ്രതീക്ഷിച്ചതുപോലെ ഹെവി വെയ്റ്റ്സ് ആയതുകൊണ്ടായിരിക്കും ആ ഒരു മൊമെന്റം ഇതുവരെ വന്നിട്ടില്ല. ഒരു വലിയ പ്രതീക്ഷകൾ എക്സ്പെക്ടേഷൻസ് ഉള്ള ഒരു കമ്പനിയാണ് ഇപ്പോഴും HDFC ബാങ്ക് എന്ന് പറയുന്നത്. ആ ഒരു മൊമെന്റം വന്നിട്ടില്ല. അപ്പൊ ഈ ഒരു ബ്രേക്ക്ഔട്ടിന്റെ പാതയിലാണ്. ബ്രേക്ക്ഔട്ട് സംഭവിക്കുകയാണെങ്കിൽ 1020 എബോവ് ഒക്കെ ഒരു നല്ലൊരു ട്രേഡ് നടന്ന് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വലിയൊരു പോസിറ്റിവിറ്റി അടുത്ത ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം. അപ്പൊ ഇതൊരു ഒരു ജംഗ്ഷൻ തന്നെയാണ്. വലിയൊരു ക്രൂഷ്യൽ പോയിന്റ്സ് ആണ് ഇപ്പോൾ നമ്മൾ HDFC ബാങ്ക് കാണുന്നത്. സോ അതിന് മേളിൽ ട്രേഡ് ചെയ്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1020, 1025 എബോവ് ക്ലോസിംഗ് കിട്ടുകയാണെങ്കിൽ അടുത്ത ദിവസങ്ങളിലൊക്കെ തന്നെ നമുക്ക് വലിയൊരു മൂവ്മെന്റ്സ് പ്രതീക്ഷിക്കാം. ഇതൊരു മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. വളരെയധികം കൺസോൾട്ടേഷൻ പോയിന്റ്സിലൊക്കെ ആയിരുന്നു കഴിഞ്ഞ 1-2 മാസത്തോളം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു ബ്രേക്ക്ഔട്ടിന്റെ പാതയിലാണ്. അത് ഹോൾഡ് ചെയ്യുക. ഇമ്മീഡിയറ്റ് നമുക്ക് പറയാൻ പറ്റുന്ന സപ്പോർട്ട് എന്ന് പറയുന്നത് 970 ആണ്. അപ്പോൾ അതിന് മുകളിൽ അത് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ പോസിറ്റീവ് തന്നെയായി. Opening hours with MyFin.